بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. മുതാഅ സമ്മ അമീൻ. വചനം 21. മുതാഇൻ അനുസരിക്കപ്പെട്ടവൻ, സമ്മ അവിടെ, അമീൻ വിശ്വസ്തൻ. അവിടെ അനുസരിക്കപ്പെടുന്നവൻ വിശ്വസ്തൻ അഥവാ അങ്ങനെയുള്ള ഒരു ദൂതന്റെ വാക്കാണ്. വമാ സാഹിബുകും ബിമജ്നൂൻ. വചനം 22. വമ അല്ല, സ്വാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി, ബിമജ്നൂൻ ഒരു ഭ്രാന്തൻ, നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. വചനം 23. വലഖദ് റആഹു തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ബിൽ ഉഫുഖി നഭോമണ്ഡലത്തിൽ, ഉപരിമണ്ഡലത്തിൽ, അൽ മുബീൻ പ്രത്യക്ഷമായ. തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്. വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. വചനം 24. വമാഹുവ അദ്ദേഹം അല്ലതാനും, അലൽ ഗൈബി അദൃശ്യ വിവരത്തെക്കുറിച്ച്, മറഞ്ഞ വിഷയത്തിൽ, ബിളനീൻ പിശുക്കുപിടിക്കുന്നവൻ. അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല. വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം. വചനം 25. വമാഹുവ അല്ലതാനും, ബിഖൗലി ശൈത്താനിൻ വല്ല പിശാചിന്റെയും വചനം, ഒരു പിശാചിന്റെ വാക്ക്, റജീം ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട. അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട വല്ല പിശാചിന്റെ വാക്കും അല്ല. ഫഅയ്ന തദ്ഹബൂൻ. വചനം 26. ഫഅയ്ന അപ്പോൾ എങ്ങോട്ടാണ്, തദ്ഹബൂൻ നിങ്ങൾ പോകുന്നു, പോകും. അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. വചനം 27. ഇൻ ഹുവ അതല്ല, ഇല്ലാ ദിക്റുൻ ഒരു ഉപദേശമല്ലാതെ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ ലോകർക്കു വേണ്ടി. അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. വചനം 28. ലിമൻ ശാഅ അതായത് ഉദ്ദേശിച്ചവർക്കു, മിൻകും നിങ്ങളിൽ നിന്ന്, അൻ യസ്തഖീം താൻ ചൊവ്വിനു നിൽക്കാൻ, അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി. വമാ തശാഊന ഇല്ലാ അൻ യശാഅ അല്ലാഹു റബ്ബുൽ ആലമീൻ. വചനം 29. വമാ തശാഊന നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും, ഇല്ലാ അൻ യശാഅ ഉദ്ദേശിക്കുന്നതായാലല്ലാതെ, അല്ലാഹു അല്ലാഹു റബ്ബുൽ ആലമീൻ ലോകരുടെ രക്ഷിതാവായ
ലോകരക്ഷിതാവായ അല്ലാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും. ലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന വാക്കിന്റെ ഘടനയും അർത്ഥത്തെയും സംബന്ധിച്ച് സൂറത്തുൽ വാഖിയയിലും മറ്റും പ്രസ്താവിച്ചത് ഓർക്കുക. 3 വസ്തുക്കളെക്കൊണ്ട് അള്ളാഹു ഇവിടെ സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. 1 നക്ഷത്രങ്ങളെക്കൊണ്ട്. രാത്രി നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെടുകയും പകൽ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു. ചില നക്ഷത്രങ്ങൾ അവയുടെ സഞ്ചാരപഥത്തിലൂടെ മുന്നോട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം വീണ്ടും പിന്നോട്ട് മടങ്ങി കാഴ്ചയിൽ നിന്ന് മറഞ്ഞുപോകുന്നു. നക്ഷത്രങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവ വിശേഷങ്ങളാണ് 15-16 വചനങ്ങളിൽ അൽ ഖുന്നസ് അൽ ജവാരിൽ ഖുന്നസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 രാത്രിയെക്കൊണ്ട്. മുമ്പോട്ട് വെച്ചു എന്നും പിമ്പോട്ട് വെച്ചു എന്നുമുള്ള 2 വിപരീതാർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് എസ് എന്ന ക്രിയ. അതുകൊണ്ട് 17-ാം വചനത്തിൽ രാത്രിയുടെ സ്വഭാവവിശേഷമായി പ്രസ്താവിച്ച ആ വാക്കിന്റെ താൽപ്പര്യം രാത്രി ഇരുട്ടുമായി മുമ്പോട്ട് വരുന്ന അവസരത്തിൽ എന്നോ അല്ലെങ്കിൽ അത് അതിന്റെ ഇരുട്ടും കൊണ്ട് പിന്നോട്ടു പോകുന്ന അവസരത്തിൽ എന്നോ ആകാവുന്നതാകുന്നു. രണ്ടായിരുന്നാലും കാര്യം വ്യക്തമാണല്ലോ. 3 പ്രഭാതം കൊണ്ട്. പ്രഭാതത്തിന്റെ വിശേഷതയായി പ്രസ്താവിച്ച തനഫുസ് എന്ന വാക്കിന് ആശ്വസിച്ചു, ശ്വസിച്ചു, വികസിച്ചു, വെളിപ്പെട്ടു എന്നൊക്കെ സന്ദർഭമനുസരിച്ച് അർത്ഥം വരുന്നതാണ്. പ്രഭാതം അതിന്റെ വെളിച്ചം പരത്തിക്കൊണ്ട് വെളിപ്പെട്ട് വ്യാപിക്കുന്ന അവസ്ഥയാണ് 18-ാം വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സത്യവാചകങ്ങൾ പരിശോധിച്ചാലും ചിന്തിക്കുന്നവർക്ക് അതിൽ പല തത്വങ്ങളും പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും അടങ്ങിയിരിക്കുന്നതായി കാണാവുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ സത്യത സ്ഥാപിക്കുകയാണ് ഈ സത്യങ്ങൾ മുഖേന അള്ളാഹു ചെയ്യുന്നത്. അള്ളാഹുവിങ്കൽ നിന്ന് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്നു കിട്ടുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണല്ലോ. അദ്ദേഹം വളരെ മാന്യനായ ഒരു ദൈവദൂതനാകുന്നു. വളരെ ശക്തിമാനും ലോകാലോകങ്ങളുടെ സിംഹാസനാധിപതിയായ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്ന സ്ഥാനമാനങ്ങളുള്ള മഹാനുമത്രേ. മാത്രമല്ല അവിടെ അഥവാ മലക്കുകളുടെ ആവാസകേന്ദ്രമായ മലഉൽ അഅ്ലായിൽ അനുസരിക്കപ്പെടുന്ന നേതാവുമാണ്. ഇത്രയും മഹാനും വിശ്വസ്തനും യോഗ്യനുമായ ആ മലക്കാണ് തിരുമേനിക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അതേ വചനങ്ങളാണ് ഖുർആൻ. അപ്പോൾ ഖുർആൻ വന്നിട്ടിയതിന്റെ മാർഗം അങ്ങേയറ്റം സുരക്ഷിതവും വിശ്വസനീയവുമാകുന്നു. ഇനി ആ മഹാദൂതനിൽ നിന്ന് അത് ഏറ്റുവാങ്ങി സമുദായമധ്യേ ഓതിക്കേൾപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ആ ദൈവദൂതന്റെ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥിതിയോ അതാണ് അടുത്ത വചനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. അള്ളാഹു പറയുന്നു, വാസ്തവം മേൽ വിവരിച്ച പ്രകാരത്തിലാണുള്ളത്. എന്നിരിക്കെ നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തു മാർഗമാണ് നിങ്ങൾക്കുള്ളത്? എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക? ഇല്ല, ഒന്നുമില്ല, എവിടെയുമില്ല. ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ. ഇതാണ് പരമാർത്ഥം. പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിന് നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിന്റെ പ്രയോജനം ലഭിക്കയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക് അതുകൊണ്ട് നേട്ടമൊന്നും കൈവരുവാനില്ല എന്നു സാരം. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹു അവസാനമായി ഉണർത്തിയിരിക്കുന്നു. ഒരു വമ്പിച്ച മൗലിക യാഥാർത്ഥ്യമാകുന്ന ഈ വിഷയത്തെപ്പറ്റി സൂറത്തുൽ ഇൻസാൻ 30-ാം വചനത്തിന്റെ വിവരണത്തിൽ വായിച്ചത് ഓർക്കുക. 19-ാം വചനത്തിൽ റസൂലുൻ കരീം, മാന്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ അദ്ദേഹത്തിന്റെ വാക്കാണെന്ന് പറഞ്ഞതിന്റെ താൽപര്യം അദ്ദേഹമാണ് അള്ളാഹുവിങ്കിൽ നിന്ന് അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നതെന്നാണെന്നും മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. 20 മുതൽ 23 കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ്. 22-ാം വചനത്തിൽ സാഹിബുക്കും, നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. വഹി ലഭിക്കുന്നത് മലക്ക് മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിന്റെ വിശ്വാസ്യതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീന്റെ പ്രബോധകനും അവർക്കു സുപരിചിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് 23-ാം വചനത്തിൽ 2 ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്നീട് 24-ാം വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും
25 നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് 19 വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്നു പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തുൻ നജ്മിൽ അവർ ചെയ്തിരിക്കുന്നത് പോലെ ഒരു വൃഥാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു. അങ്ങനെ 23 വചനത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു. സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിന്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ഛേദോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപര്യപൂർവം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ ഹാഖ 40 വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം. ദൂതന്റെ വിശേഷണമായി 21 വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ്. ആകയാൽ മാന്യനായ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം. ഒന്നാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ്. സൂറത്തുൽ ഹാഖയിൽ മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെ, സംശയമില്ല. അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല. ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം അരീഫ അല്ല. അത് കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യ നാമം നക്കിറ മാത്രമാണത്. മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല. മാത്രമല്ല സൂറത്തുൽ ഹാഖയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും. ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ന്യായത്തിന്റെ മറുപടി ഇതാണ്. അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പല നബിമാരെക്കുറിച്ചും സൂറത്ത് ഷുറായിൽ റസൂലുൻ അമീൻ വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബ്രീലിനെ കുറിച്ച് അർ റൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം. ചില സ്വന്തം താൽപര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല.